ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് റമദാൻ്റെ മുന്നായിട്ടുള്ള ക്ലീനിങ് വീഡിയോ, അതായത് നനച്ചുള്ളി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഞാനത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ബറാത്ത് കഴിഞ്ഞിട്ട് തന്നെ കേട്ടോ ഞാൻ സാധാ ചെയ്യല്ലേ. അപ്പോൾ ബറാത്തിൻ്റെ മുന്നേ ഞാൻ ഒരു റൂം ഇപ്പോൾ ക്ലീൻ ചെയ്തു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നലെ, അതായത് ഞായറാഴ്ച, ഞാൻ കുട്ടികൾക്ക് ലീവായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളോ അങ്ങനത്തെ ഒക്കെ ഞാൻ നെഞ്ചിൽ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ വീഡിയോ ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഇതിൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവിൻ്റെ റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണണമെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനാബിൾ ചെയ്തിട്ടൊന്ന് കണ്ടോക്കണേ വീഡിയോ. അപ്പോൾ രാവിലെ ഞാൻ പിന്നെ കാലിച്ചായൊക്കെ ഉണ്ടാക്കി കുടിച്ചു. കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് ഞാൻ മുന്നിലെ ഇത് സംസാരം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കി. പെട്ടെന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ് ഉണ്ടാക്കിയാലും വേഗം പെട്ടെന്ന് പണി ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് പണികളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടേക്കും പെട്ടെന്ന് രാവിലെ എവിടേക്കും പോകാനൊക്കെ ഉണ്ടാക്കിയാൽ എളുപ്പമുള്ള കടിയാണല്ലോ ഉപ്പുമാവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മക്കൾക്ക് കുഞ്ഞിൻ്റെ ആദ്യം ഉപ്പുമാവ് വലിയ ഇഷ്ടമൊന്നുമല്ലേ എന്നിട്ടാ. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കൽ തുടങ്ങിയപ്പോൾ ഉപ്പുമാവൊക്കെ നല്ല ഇഷ്ടമാണ്, എല്ലാവരും കഴിക്കൂട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അന്ന് മൂന്നിസിന് പൊതുപരീക്ഷ ആയിരുന്നു കേട്ടോ. മദ്രസയിൽ ലാസ്റ്റ് എക്സാം ആയിരുന്നു, ഖുർആനിഫിലായിരുന്നു കേട്ടോ എക്സാം. അപ്പോൾ അവന് രാവിലെ 6 മണിക്ക് തന്നെ എക്സാമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയ ആ ടൈം തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിതാ ഉപ്പുമാവിലേക്കുള്ള റവ ഒന്ന് ആദ്യം നമ്മൾ ചൂടാക്കി എടുക്കില്ല, സാധാ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ റവയൊക്കെ നല്ല ഞാനൊന്ന് വറുത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണ ചൂടായ വന്നതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം കേട്ടോ. വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരികയാണ്. ഈ ടൈമിൽ ഞാൻ ഒരു സവാളാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറിയൊരു സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ സ്റ്റവ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. നല്ല ഗോൾഡൻ കളർ അങ്ങനെയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ ഈ വഴറ്റിയെടുക്കുന്ന ടൈമിൽ ഞാൻ അതിലേക്ക് പിന്നെ നമ്മൾ ഉഴുന്നില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഉഴുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഞാൻ ഇതുപോലെ മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഉഴുന്ന് നമ്മളിപ്പോൾ ചേർത്തെടുക്കുമ്പോൾ ഇതിലേക്ക് ചേർത്തെടുക്കാതെ വേറെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് റവയുടെ കൂടെ ചേർത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉഴുന്ന് ഒന്നുകൂടി കടിക്കാൻ കിട്ടും. അങ്ങനെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എണ്ണയിലേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് കഷ്ണാക്കിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലുള്ള വെജിറ്റബിളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കാബേജ് ചേർത്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഇടയ്ക്ക് എൻ്റെ കയ്യിലുള്ളപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ ക്യാരറ്റ് മാത്രം ഉള്ളതുകൊണ്ട് ഞാൻ ക്യാരറ്റ് മാത്രമേ ചേർത്തുന്നുള്ളൂ. ഇതാ നമ്മൾ ഉഴുന്നൊക്കെ നല്ലൊന്ന് മൂത്ത് വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉപ്പുമാവിൽ പിന്നെ കോഴിമുട്ട ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കോഴിമുട്ട ചേർത്താൽ. അപ്പോൾ ഞാൻ സാധാ ഉണ്ടാക്കുമ്പോൾ ഞാൻ 2 കോഴിമുട്ട കേട്ടോ ചേർത്തെടുക്കൽ. ഞാൻ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് നമ്മളെടുത്ത റവക്കനുസരിച്ച് 2 കോഴിമുട്ട ചേർത്തെടുക്കൽ. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു മുട്ടയേ ഉള്ളിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒരു മുട്ട ചേർത്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ മുട്ട ചേർത്തതിന് ശേഷം നല്ല മുട്ട ഒന്ന് വേവിച്ചെടുക്കുക. വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉപ്പുമാവിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് പാൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ സാധാ പശുവിൻ പാലില്ലേ, അത് ഞാൻ 1/2 കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല തിളച്ചതിന് ശേഷം, വെള്ളം നല്ല തിളച്ചതിന് ശേഷം ഞാൻ പിന്നെ പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാലിൻ്റെ അളവ് നമ്മൾ കുറച്ചതിന് ശേഷം അതിനനുസരിച്ച് വെള്ളം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ 1/2 കപ്പ് പാലാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നതിന് കുറച്ച് കൊടുത്താൽ മതി വെള്ളത്തിൻ്റെ അളവ്. അങ്ങനെ ഇനിയിപ്പോൾ പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ല തിളപ്പിച്ചതിന് ശേഷം ഞാൻ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ ഇട്ടെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റവ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ കുറച്ചൊരു ലൂസായിട്ടുള്ള ഉപ്പുമാവാട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഉപ്പുമാവ് ഇങ്ങനെ ഡ്രൈ ആവാതെ കുറച്ചൊരു ലൂസായിട്ടുള്ള ഐറ്റം ഇല്ലേ, അങ്ങനെ കേട്ടോ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഞാനിതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്യൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്ത് പാലോ അതൊന്നും നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് അടിപൊളി ടേസ്റ്റ് ആയിട്ട് ഉപ്പുമാവ് നല്ല സോഫ്റ്റുള്ള ഉപ്പുമാവാട്ടോ. നമ്മൾ ഈ പാലൊക്കെ ഒഴിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് വേണം, നല്ല സോഫ്റ്റ് കേട്ടോ. കഴിക്കാൻ നമുക്ക് കറിയോ അങ്ങനെയൊന്നും വേണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് പിന്നെ പശു നെയ്യാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/2 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് 2-3 മിനിറ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് പിന്നെ ഉപ്പുമാവ് ഡ്രൈ ആക്കി എടുക്കട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടില്ല, കുറച്ചൊരു പിന്നെ സോഫ്റ്റ് ആക്കിയിട്ടുള്ള ഒരു ലൂസായിട്ടുള്ള ഇതിലാട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ഉപ്പുമാവ് റെഡിയായി. ഇനിയിപ്പോൾ ഞാൻ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ, പപ്പടം കാച്ചിയെടുക്കണം. നമുക്ക് ഇതൊക്കെ പപ്പടം അങ്ങനെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ പിന്നെ ഉച്ചക്കലേക്ക് ഉള്ളതും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ ഉപ്പുമാവിൻ്റെ കൂടെ പപ്പടം. അങ്ങനെയൊക്കെ ഞാൻ ഇനിയിപ്പോൾ പപ്പടം പൊങ്ങി വരാത്ത പപ്പടം കേട്ടോ, ചെന്നൈ പപ്പടം ഇല്ലേ, നമ്മളെന്താ പറയുക എണ്ണയിലിട്ട് ഇങ്ങോട്ട് നല്ല എന്താ പറയുക അങ്ങോട്ട്
അത് വിരിഞ്ഞ് വരും, പക്ഷേ പൊങ്ങി വരില്ല കേട്ടോ. പപ്പടം പൊങ്ങില്ല. അങ്ങനത്തെ ഒരു അടിപൊളി പപ്പടം. നല്ല ടേസ്റ്റ് കേട്ടോ ഈ പപ്പടം. ചെന്നൈ നല്ല വലിയ പപ്പടമാണ്. ഇതാ ഞാൻ ഉപ്പുമാവും പപ്പടമൊക്കെ കൂട്ടി കഴിക്കുകയാണ്. അതിന് ശേഷം ഞാൻ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇട്ടു കേട്ടോ. നമ്മൾ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റവൊക്കെ ഒന്ന് നല്ല തുടച്ച് ക്ലീൻ ആക്കി ഇട്ടു. പിന്നെ എന്താ പറയുക, നമുക്ക് അന്ന് ഉച്ചക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാനൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പിന്നെ പാലിയേറ്റീവിൻ്റെ ഒരു ബിരിയാണി ചലഞ്ച് ഉണ്ട് കേട്ടോ. സീമൻ പാലിയേറ്റീവിൻ്റെ ബിരിയാണി ചലഞ്ച് ഉണ്ട്. അപ്പോൾ നമുക്കുള്ള ബിരിയാണി അവിടുന്ന് കൊണ്ടുവരും. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ അപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കാനില്ല. അപ്പോൾ ഞാൻ ക്ലീനിങ് പരിപാടിയൊക്കെ നിന്നിട്ട്, അപ്പം നമ്മുടെ ഡൈനിങ് ഹാളും പിന്നെ ലിവിങ്ങും കൂടെ ഒരുമിച്ചാണല്ലോ. അപ്പോൾ അത് കുറച്ച് അത്യാവശ്യം നല്ല പണിയുണ്ട് കേട്ടോ. നല്ല ചുമരുമ്പിലൊക്കെ നല്ല ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചുമരൊക്കെ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികളുള്ള ദിവസം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാനുള്ളൂ. പക്ഷേ ഇവിടെ ആകുമ്പോൾ നമ്മൾ എന്താണ് സോഫയും ടേബിളും ഇതൊക്കെ നീക്കലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആകുമ്പോൾ മക്കൾ എന്തായാലും വേണം. അപ്പോൾ അവർക്ക് ഇവിടെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ലിവിങ്ങിൽ നമ്മൾ ഡൈനിങ് ഹാളിലൊക്കെ ആകുമ്പോൾ അവർക്ക് വെള്ളത്തിൽ കളിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. കുട്ടികളെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളൊന്നുമല്ല കേട്ടോ, വലിയ കുട്ടികൾ തന്നെയാണ്. പക്ഷേ വെള്ളത്തിൽ കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ, വലിയൊരു ചെറിയൊരു അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ മോനിസിന് പ്രത്യേകിച്ച് ഇഷ്ടമായിട്ട് അങ്ങനെ വെള്ളത്തിൽ നീന്തി കളിക്കട്ടെ. ഡൈനിങ് ഹാളൊക്കെ അങ്ങനെ ഞാൻ കഴുകുന്ന ദിവസം നമ്മൾ നഞ്ചുളിപ്പണീൻ്റെ സമയത്ത് അങ്ങനെ. അപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്മളെ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഞാൻ തലേന്ന് രാത്രി തന്നെ പുറത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഡൈനിങ് ഹാളിലെ ടിവിൻ്റെ ആ ഭാഗമല്ലേ, അവിടെ ഉള്ള ഷോക്കേസിലുള്ള സാധനങ്ങൾ ഒക്കെ തലേന്ന് രാത്രി തന്നെ അവിടുന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലിവിങ് റൂമിൽ പ്ലാൻസും പിന്നെ ഞാൻ കാണിച്ചല്ലോ കോണി സ്റ്റെപ്പിൻ്റെ താഴെയുള്ള അവിടെയുള്ള പ്ലാൻസുകളൊക്കെ ഞാൻ പിന്നെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ. അപ്പോൾ ആ പണികളൊക്കെ ഇപ്പം നമുക്ക് കുറഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതാ കുറച്ച് പറവോളൻ്റെ ഉള്ളിൽ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന മണി പ്ലാന്റ്സ് അങ്ങനത്തെ കുറച്ച് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ മോനിസ് അവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം ഞാൻ മാറാലക്കുള്ളിയിട്ട് നമ്മൾ ലിവിങ്ങും ഡൈനിങ് ഹാളൊക്കെ മൊത്തത്തിലൊന്ന് മാറാല തട്ടിയെടുത്തിട്ടോ. അപ്പോൾ മാറാല തട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ മാറാല തട്ടില്ലേ, ഇതായിട്ട് ഞാൻ പൊടിയാണ് കേട്ടോ, നമ്മൾ ചുമരിലൊക്കെ ഉള്ള പൊടിയാണ് നല്ലോണം തുടച്ചെടുക്കുന്നത്. മാറാല ഞാൻ തട്ടണില്ല കേട്ടോ. അപ്പോൾ ഇതായിട്ട് നമ്മൾ പിന്നെ തുടച്ചെടുത്താൽ നമ്മൾ മേലൊക്കെ ഒന്ന് ചുമരൊന്നും എന്തായാലും നമ്മൾ കഴുകൂലല്ലോ. അപ്പോൾ ഇതായിട്ട് നല്ലൊന്ന് തുടച്ചെടുത്താൽ തന്നെ നമ്മൾ ചുമരുമുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഇതിൽ ഒരു ഐറ്റം ക്ലോത്താണ് കേട്ടോ ഇതിലേക്ക് ഇങ്ങോട്ട് പോകുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ചെറുതായിട്ട് നനച്ചിട്ടും വേണമെങ്കിൽ നമുക്കൊന്ന് നല്ല തുടച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇപ്പം നനക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അതുപോലെ ഞാൻ തുടച്ചെടുത്തപ്പോൾ തന്നെ മേലത്തെ പൊടിയും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് വന്നിട്ടോ. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ തുടയ്ക്കുമ്പോൾ ഇതിങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതിൻ്റെ സ്റ്റീലാണല്ലോ ഇതിൻ്റെ പിടുത്തം. അപ്പോൾ അത് നല്ല ഹൈറ്റ് ഉണ്ടായതുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നെ അധികം പിന്നെ വണ്ണമില്ലാതെ നേർമനായിട്ടാണ് കേട്ടോ ഇതിൻ്റെ പിടുത്തം. അപ്പോൾ അതിങ്ങനെ പിന്നെ കനമില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ എനിക്ക് ചുമരിലെ പൊടിയൊക്കെ തട്ടിയെടുക്കാൻ പറ്റും. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത് തുടക്കാനായിട്ട്. അങ്ങനെയൊക്കെ അതപ്പോൾ നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലൈറ്റ് ലിവിംഗ് റൂം നമ്മൾ ഡൈനിങ് ഹാളിൻ്റെ നേരെയുള്ള ഈ ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് ഞാൻ ഇതുപോലെ നല്ല തുടച്ചെടുത്ത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പൊടികളൊക്കെ ഇങ്ങോട്ട് പോകുന്നിട്ടാ. പിന്നെ അതുപോലെ തന്നെ പറകോളിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് ഞാൻ ഇത് നല്ലൊന്ന് തുടച്ചെടുത്തിട്ടാണ്. അപ്പോൾ നല്ല അടിപൊളിയാണ് കേട്ടോ അതായിട്ട് തുടച്ചെടുക്കാൻ. ഇനിയിപ്പോൾ ഞാൻ ജനലമുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഈ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് തട്ടി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പൊടി തട്ടണായിട്ട് ജനൽമക്കുള്ള പൊടി അങ്ങനെ ഒന്നും തട്ടിയാൽ പോകില്ല കേട്ടോ. അതിന് ശരിക്കും ഇങ്ങോട്ട് പോകില്ല ജനലിൻ്റെ ഉള്ള പൊടികളൊന്നും. അപ്പോൾ ഞാനത് ബ്രഷ് വെച്ചിട്ടാണ് തട്ടി കൊടുത്തത്. പിന്നെ സോഫ അതൊക്കെ ഞാൻ ബ്രഷ് വെച്ചിട്ട് തന്നെ നല്ലൊന്ന് പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് നല്ല അടിച്ച് വരാൻ കേട്ടോ. നല്ല പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ അടിച്ചേരി തുടക്കണമാണെന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പക്ഷെ നമ്മളിങ്ങനെ ചെയ്യാൻ നിന്നാൽ വീട്ടിലത്തെ ചളിയും പൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുള്ളൂ അല്ലേ. എന്നും നമ്മൾ അടിച്ചേരി തുടക്കുന്നുണ്ട്, എന്നാലും നമ്മൾ ഇതുപോലൊന്നും എന്നും ചുമരും കാര്യങ്ങളും ജനലും ഇതൊന്നും തട്ടിക്കൊട്ടി അങ്ങനെയൊന്നും അടിച്ചാറില്ല. നമ്മൾ എപ്പോഴും പറയാം എന്തപ്പം നഞ്ചുളിപ്പണി അങ്ങനെയൊന്നും ഇല്ല, നമ്മളൊന്നും ചെയ്യണമല്ലേ, എന്നും അടിക്കണവും തുടക്കണമൊക്കെ അല്ലേ, അങ്ങനത്തെ പണികളൊന്നും ഇല്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും പക്ഷെ ചെയ്യാൻ നിന്നാൽ അതൊക്കെ പണിയാണ്. നല്ല ക്ലീനാക്കാൻ നല്ല പണി തന്നെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ഇനിയിപ്പോൾ ഞാനിതാ നമ്മളെ സോഫൻ്റെയും നമ്മളെ ടീപ്പോയിൻ്റെ പിന്നെ ആ ഇതില്ലേ പിന്നെ എന്താണ് മരത്തിൻ്റെ ആ ഭാഗം അതൊക്കെ ഒന്ന് നമ്മളെ പിന്നെ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ക്ലോത്തില്ലേ നമ്മൾ കയ്യിലിടുന്ന സോക്സ് പോലത്തെ ക്ലോത്ത് അത് വെച്ചിട്ട് നല്ലൊന്ന് ചെറുതായിട്ടൊന്ന് നനച്ചിട്ട് നല്ലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിതാ ടീപ്പോയി നല്ല തുടച്ചെടുത്ത് അതൊന്ന് ഞാൻ പിന്നെ നമ്മൾ സിറ്റൗട്ടിലേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സോഫൻ്റെ ഭാഗങ്ങളൊക്കെ സോഫൻ്റെ രണ്ട് സൈഡിലുള്ള ഇതൊക്കെ അതായിട്ട് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ സോഫൻ്റെ ഭാഗം നമ്മൾ കുഷ്യനുള്ള ഭാഗമില്ലേ അതൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബക്കറ്റിലേക്ക് ഞാൻ പിന്നെ വെള്ളം കുറച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് സോഡാപ്പൊടി ഇല്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഷാമ്പു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഷാമ്പുവോ സോപ്പും പൊടിയോ എന്തെങ്കിലും സ്മെല്ലുള്ളത് നമുക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഒന്ന് കൂടെ എടുത്തിട്ടോ, ഒരുപാട് പത ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തുടച്ചെടുക്കാനും ആക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ കൂടാതെ ഞാൻ കുറച്ച് ഷാമ്പു ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ സോപ്പും പൊടിയാണെങ്കിലും കുറച്ചിട്ട് കൊടുത്താൽ മതി. അതിന് ശേഷം ഞാൻ ഒരു ക്ലോത്ത് എടുത്തിട്ട് നല്ല
നല്ല ഒന്ന് അതിൽ എന്താ പറയുക മുക്കിയിട്ട് തുടച്ചെടുക്കണം കേട്ടോ. 2-3 പ്രാവശ്യം ഞാൻ ഇതുപോലെ തുടച്ചെടുക്കണം. നല്ല ചില ആ ക്ലോത്ത് മഞ്ഞ കളറുള്ള ക്ലോത്തൊക്കെ നല്ല ചളി ഇതിലിങ്ങനെ പോരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ കുറേ ടൈം വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ സോഫകൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഷാമ്പു കലക്കിയ വെള്ളം കൊണ്ട് തുടച്ചെടുത്തതിന് ശേഷം 2-3 പ്രാവശ്യം നമ്മൾ സാധാ നോർമൽ വെള്ളം എടുത്തിട്ട് ഇതുപോലെ വേറെ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ആ ഷാമ്പു കലക്കിയ വെള്ളത്തിന് നല്ല ചളി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു സോഫ. അപ്പോൾ സോഫ സാധാരണ ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ ക്ലീൻ ആക്കി എടുക്കുക. സോഫയിൽ എപ്പോഴും നല്ല ചളി ഉണ്ട് കേട്ടോ. മക്കളായാലും എന്ത് കിട്ടിയാലും പോയി കഴിക്കാനിരിക്കലും ഒരു TV കാണാനായാലും ഫോൺ കാണാനായാലും എല്ലാത്തിനും ഇരിക്കലും ഈ സോഫമ്മ ഇരുന്നിട്ട് തന്നെ കേട്ടോ ചെയ്യാം. അപ്പോൾ ഞാനൊരു 1 മണിക്കൂർ ഏറെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സോഫ മാത്രം ക്ലീൻ ആക്കാനായിട്ട്. അപ്പോൾ അത് ക്ലീൻ ആക്കാനായിട്ട് ഞാൻ പുറത്ത് വെയിലത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല വെയിൽ കൊണ്ടിട്ട് അത് ഉണങ്ങണം കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ വെയിൽ വെച്ച് കൊടുത്ത് ഇപ്പോൾ ഞാൻ വെക്കുമ്പോൾ വെയിൽ ചെയ്യുന്നത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിൽ വന്നിട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ചെയറും ടേബിളിൻ്റെ ചെയറും ടേബിളിൻ്റെ ബെഞ്ചുണ്ടല്ലോ അതൊക്കെ ഒന്ന് നല്ല പൊടി തട്ടി നല്ല നനച്ചെന്നെ തുടച്ചെടുത്ത് അതൊക്കെ ഞാൻ സിറ്റ് ഔട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ ജനൽ കാര്യങ്ങളൊക്കെ നനച്ചെന്നെ തുടക്കുകയാണ് കേട്ടോ. ആദ്യം പൊടി തട്ടിയിട്ടൊന്നും ഒരു ക്ലീൻ ആക്കി തോന്നില്ല. അപ്പോൾ ഞാൻ നനച്ചിട്ട് തന്നെ നല്ല സാധാ അങ്ങനെ തന്നെ കേട്ടോ നനച്ചെന്നെയാണ് തുടക്കൽ. അപ്പം നമ്മൾ സോഫ ക്ലീനാക്കി വന്നപ്പോൾ തന്നെ ഞാനും മോൻസും നല്ല ക്ഷീണിച്ചിരുന്നിട്ട്. അപ്പോൾ മോണ്ടന് ബത്തക്ക വെള്ളമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് നമ്മൾ ചുവപ്പും മഞ്ഞയും ബത്തക്ക ഇട്ടുകൊണ്ട് വെള്ളം കലക്കിയതാട്ടോ. അപ്പോൾ അവന് ഞാൻ ചോദിച്ചത് എന്തെങ്കിലും കളർ ചോദിച്ചപ്പോൾ 2 കൂടി ഇട്ടതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കുടിച്ചിട്ട് അപ്പോൾ മോണ്ടന് ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട് ചെയ്യുന്നുണ്ട്. അവനിക്ക് എക്സാം ആട്ടോ, തിങ്കളാഴ്ച മോഡൽ എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ വല്ലാതെ ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. എന്നാലും ഫാനും കാര്യങ്ങളും തുറക്കാനും അങ്ങനത്തേനൊക്കെ അവൻ വരുന്നുണ്ട്. പക്ഷേ അവനക്ക് വീഡിയോയിലധികം വരുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതൊന്നും വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല കേട്ടോ. ഫാനും കാര്യങ്ങളൊക്കെ തുടച്ചെന്ന് അവൻ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇടയ്ക്ക് നിന്ന് വരുന്നുണ്ട്, ഞങ്ങളെ കൂടെ ഇരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ ഓണാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ കമ്പ്യൂട്ടറിൽ പാട്ടൊക്കെ ഓണാക്കിയിട്ടാണ് മോയിസ് പോയി പാട്ടൊക്കെ ഇട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ പണിയെടുക്കുമ്പോൾ ഒരു രസം. അപ്പോൾ സോഫയും ടേബിളിൻ്റെ ചെയറും കാര്യങ്ങളൊക്കെ ഡൈനിങ് പോയപ്പോൾ തന്നെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരും, എക്കോ സൗണ്ടൊക്കെ വരില്ല. അത് കേട്ടപ്പോൾ തന്നെ മോൻസിന് ഭയങ്കര രസട്ടാ. ഇനിയിപ്പോൾ വെള്ളത്തിൽ കളിക്കാനായിക്കണമല്ലോ, വെള്ളം കൊണ്ടുള്ള പരിപാടിയാണല്ലോ ഇനി. അങ്ങനെ തന്നെ ഞാൻ ലിവിങ് റൂമിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഫുൾ അങ്ങോട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ ഡൈനിങ് ടേബിൾ അങ്ങോട്ട് നീക്കിയിട്ട് പിന്നെ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ഭാഗം ക്ലീൻ ആക്കാൻ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അവിടെയുള്ള പർഗോളൻ്റെ ഉള്ളിലൊക്കെ ഞാൻ നമ്മൾ എന്താ പറയുക ലിക്വിഡ് ഇട്ടിട്ട് നല്ലൊന്ന് തേച്ച് കഴുകാം കേട്ടോ. തേച്ച് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചളി ഉണ്ടായിരുന്നു കേട്ടോ. ചുമ പർഗോളൻ്റെ ഇടയിലൊക്കെ അവിടെയൊക്കെ സോഫ ഇടുന്ന ഭാഗമാണ്, എന്നാലും നല്ല ചളി ഉണ്ടായിരുന്നു. മോനുസ് വെള്ളത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് ബനിയനൊക്കെ അഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ വീഡിയോൻ്റെ മുന്നിലൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് ടീഷർട്ടൊക്കെ അഴിച്ചിട്ടിട്ട് വെള്ളത്തിൽ നീന്തുന്നത് കണ്ടില്ലേ. അപ്പോൾ മോൻസ് വെള്ളത്തിൽ നീന്തുന്ന വീഡിയോ എടുത്ത മോണ്ടനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അത് എടുത്തോന്ന് അറിഞ്ഞപ്പോൾ എന്നോട് മോൻസ് ചൂടാവാം കേട്ടോ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ ഇടുന്നുള്ളതിൽ പറഞ്ഞപ്പോൾ എന്തിനാ അമ്മച്ചെന്നൊക്കെ പറയുകയാണ് എന്നോട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുകയാണ്. അങ്ങനെ അപ്പോൾ ടീഷർട്ട് അഴിച്ചിട്ടല്ല പോയി കളിക്കണം. അപ്പോൾ അതാണ് മടി. അപ്പം ഞാൻ ആ യൂട്യൂബിൽ ഇടാൻ വേണ്ടി ഒരു സത്യത്തെ എടുത്തൊന്നുമല്ല കേട്ടോ, അവനൊന്ന് കളിപ്പിക്കാൻ വേണ്ടി എടുത്തായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ നമ്മൾ ലിവിങ് റൂമിലെ ചുമരുകളെല്ലാം ഞാൻ തേച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്രണ്ടിലത്തെ ഡോറും കൂടെ തുടച്ച് കഴിഞ്ഞാൽ ലിവിങ് റൂം അവിടെ സെറ്റായിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിളിൻ്റെ ആ ഭാഗം ഡൈനിങ് ഹാളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല കേട്ടോ. കാരണം നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്തല്ല, നമ്മൾ ഈ ചെയ്ത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് ഇങ്ങനെ കാണിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ അതൊന്നും കാണിക്കില്ല. പിന്നെ അങ്ങനെ നമ്മൾ സ്റ്റെയറിൻ്റെ ചുമര് അതും നല്ല ഞാൻ തേച്ചെടുക്കുന്നുണ്ട്. അവിടെയും നമ്മളിങ്ങനെ മേലൊക്കെ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ചുമരുമ്പോൾ ഇങ്ങനെ തട്ടി അവിടെ ആ ഭാഗമൊക്കെ നല്ലൊന്ന് തേച്ചേകി ക്ലീനാക്കി, സ്റ്റെപ്പുകളൊക്കെ തേച്ചേകി ക്ലീനാക്കിയിട്ട് ഒക്കെ താഴേക്ക് ഞാൻ വെള്ളം
ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളമൊക്കെ നമ്മൾ പിന്നെ സ്റ്റെയറിൻ്റെ താഴെയുള്ള നമ്മൾ പിന്നെ പ്ലാന്റ്സൊക്കെ വെക്കുന്ന അതില്ലേ അവിടേക്കാണ് കേട്ടോ വെള്ളം പോകുന്നത്. അപ്പോൾ അതിനുള്ളിലായിട്ട് ഒരു ഹോൾസ് ഉണ്ട് കേട്ടോ. ആ ഹോൾസ് ഓപ്പൺ ചെയ്താൽ വെള്ളം നേരെ നമ്മൾ ടാങ്കിലേക്ക് പോകും, വേസ്റ്റ് ടാങ്കിലേക്ക് പോകും. അപ്പോൾ ഞാനതിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇത് നമ്മൾ പണ്ട് അക്വേറിയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ സെറ്റ് ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ അന്ന് അക്വേറിയം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വെള്ളം പോകാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളമൊക്കെ അതിലേക്കാട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഒഴിവാക്കുന്നത്. ഇപ്പോൾ ഞാൻ വൈപ്പർ വെച്ചിട്ട് ആദ്യത്തെ ഫസ്റ്റ് ചെളിവെള്ളം ഫുള്ള് ഞാൻ അതിലേക്കാണ് കേട്ടോ പിന്നെ ഒഴിവാക്കുന്നത്. പിന്നെ 1-2 പ്രാവശ്യം ഞാൻ വെള്ളം ഒഴിച്ച് നല്ല കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ചെളിവെള്ളം ഇട്ടത് നല്ല ചെളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെ ഒഴിവാക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ ആ എന്താ പറയുക ടോപ്പ് തുറന്നെടുത്തിട്ട് അപ്പോൾ വെള്ളം അങ്ങോട്ട് പൊയ്ക്കോളും അങ്ങനെ. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകാൻ നല്ല സുഖമാട്ടോ അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ അതാ നല്ല ചെളിയുണ്ട് കണ്ടില്ലേ, ചെളിവെള്ളമാണ് അതിൻ്റെ ഉള്ളിൽ പോയിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇത് ഫുള്ള് വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ പിന്നെ അടപ്പ് പിന്നെ ഓപ്പണുള്ള ഭാഗം. അത് ഞാനിപ്പോൾ തുറന്നു കൊടുക്കാൻ പോവുകയാണ്. തുറന്നെടുത്താൽ വെള്ളം അങ്ങോട്ട് പൊയ്ക്കോളും. അങ്ങനെ ഞാൻ പിന്നെ ഡിനോളും ലീവിങ്ങൊക്കെ 2-3 പ്രാവശ്യം നല്ല വെള്ളം ഒഴിച്ചിട്ട് കഴുകിയെടുത്തിട്ടോ. അപ്പോൾ ഇതാണ് ചുമരൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഡിനോളിൻ്റെ ചുമരാണിത് ഒക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല വെള്ളം വൈപ്പറായിട്ട് നല്ല വെള്ളം ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി മൊത്തത്തിലൊന്ന് നല്ലൊന്ന് തുടച്ചിട്ട് ഫാനിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഡൈനിങ്ങും ലിവിങ്ങുള്ള നനച്ചുള്ളിപ്പണി ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളൊക്കെ നല്ല പിന്നെ നമ്മൾ സ്റ്റെപ്പിൻ്റെ ചുവട്ടിലുള്ള അതില്ലേ അവിടെയൊക്കെ നല്ലൊന്ന് തുടച്ചെടുത്തു അങ്ങനെയൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതായിരുന്നു നമ്മൾ ക്ലീനിങ് പരിപാടി എന്ന് പറഞ്ഞാൽ. പിന്നെ 2-2:30 ആയിട്ടുണ്ട് അതിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കയറുമ്പോൾ. അപ്പോൾ ബിരിയാണി അതിൻ്റെ മുന്നേ ഉഞ്ഞിര കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെയാണ് ബിരിയാണി. അപ്പോൾ 4 ബിരിയാണിക്ക് ഉഞ്ഞിര ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന ഉടനെ ഉഞ്ഞിര പാത്രത്തിൽ ചൂടാറാതെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ. അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അച്ചാറും കാര്യങ്ങളില്ല, നമ്മുടെ അടുത്തുള്ള അച്ചാറായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ ബിരിയാണി കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.